हरिहराय नमः कृष्ण जादवाय नमः हरिहराय नमः कृष्ण जादवाय नमः हरिहराय नमः कृष्ण जादवाय भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇത് രാമായണ മാസം, രാമായണ പാരായണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാമായണത്തില് ശബരിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ശബരിയുടെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ ശബരി വന്നിട്ട് ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ് ശിഷ്യയായി കഴിഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തില് ശബരി ഒരു കാട്ടാളവർഗത്തിൽ ഉണ്ടായ ഒരു സ്ത്രീയാണ്. ആ വനപ്രദേശത്ത് ഉണ്ടായ ആശ്രമമാണ് ഈ മഹർഷിയുടെ ആശ്രമം. ആ മഹർഷിയുടെ പേര് മാതംഗമുനി, അങ്ങനെ എന്തോ ആണ്. മഹർഷിയുടെ ആശ്രമം. പക്ഷേ ശബരി വന്നിട്ട് ഒരു ഷെഡ്യൂൾ ട്രൈബ്, വനപ്രദേശത്ത് കാട്ടാളവർഗത്തിലായതുകൊണ്ട് അവരാരും തന്നെ ഇവരെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണരോ അങ്ങനത്തെ ആരും തന്നെ ഇവരെ കൂട്ടാറില്ല. അതായത് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ശബരി ഭർത്താവ് നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു സ്ത്രീ. ഒരു തവണ കാട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞ് നദിയിൽ കാല് കഴുകിയപ്പോ ബ്രാഹ്മണരെല്ലാം ഈ നദി അശുദ്ധമായി, ഇനി ഞങ്ങൾക്ക് കുളിക്കാനും പൂജയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഒതുക്കി വെച്ച ഒരു സ്ത്രീയാണ് ശബരി. ഒരു കാലഘട്ടത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാൻ ജാതി വർണ്ണ വിവേചനമൊന്നും ഭഗവാൻ ഉണ്ടാക്കിയിട്ടില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അഭിമാം വിദ്ധി അകർത്താരം അഭ്യയം. 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര. അർജുന, ഞാനാണ് ഉണ്ടാക്കിയത്. കൃഷ്ണ ഭഗവാൻ പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഗുണകർമ്മ വിഭാഗശഃ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കി, അല്ലാതെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോ ബ്രാഹ്മണരുടെ മകൻ ബ്രാഹ്മണൻ, ഡോക്ടറുടെ മകൻ ഡോക്ടർ, പോലീസുകാരന്റെ മകൻ പോലീസുകാരൻ, അങ്ങനെയൊന്നും നിർബന്ധമില്ല. ആ ഗുണവും കർമ്മവും ഉള്ളവർക്കേ അത് സാധിക്കുള്ളൂ.
ദ്രോണാചാര്യർ എന്ന ബ്രാഹ്മണന്റെ മകൻ അശ്വത്ഥാമ ശൂദ്രനേക്കാളും താഴെ തരം താഴ്ന്നു. അപ്പോ ശബരിയെ എല്ലാവരും ഒതുക്കി വെച്ചു. അപ്പൊ ശബരി ഈ മഹർഷിയുടെ ആശ്രമത്തിൽ നടക്കുന്ന വേദപഠനം, നാമജപം, ഇത്തരം മംഗളകാര്യങ്ങളെല്ലാം കേട്ട് ശബരിക്ക് വലിയൊരു ആകർഷണം തോന്നി. അപ്പൊ ആശ്രമത്തില് ശബരി നിരന്തരം മുറ്റം തൂക്കാനും വൃത്തിയാക്കാനും അങ്ങനത്തെ സേവന പണികൾ ചെയ്യുമായിരുന്നു. എന്നാലും അകത്തളത്തിൽ അവർ പ്രവേശിക്കില്ല, അനുവദിക്കില്ല ശബരിയെ. വെളിയിലൊക്കെ ചുറ്റിയുള്ള ചെറിയ പണി, അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്യാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ. കാലക്രമേണ ആ മഹർഷി അന്തർമുഖനായി. ഇതൊരു ആധ്യാത്മികവാദിയുടെ വലിയ ലക്ഷണമാണ്. ഉള്ളില് അദ്ദേഹം 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ധ്യാന നിമഗ്നനായി മാറും. അങ്ങനെ മാറുമ്പോൾ പുറം ലോകത്തിൽ അവർക്ക് വലിയ താല്പര്യമുണ്ടാവില്ല. നല്ല വസ്ത്രം ധരിക്കണമെന്നോ, ആൾക്കാരുടെ അടുത്ത് കളിതമാശ പറയണമെന്നോ, സ്ഥാനമാനങ്ങൾ വേണമെന്നോ, ധനം ഒരുപാട് വേണമെന്നോ, ആ താല്പര്യങ്ങളെല്ലാം ഒരു പുരോഗമിക്കുന്ന ആധ്യാത്മിക വ്യക്തിക്ക് കുറയാൻ തുടങ്ങി. അപ്പൊ ഈ മഹർഷി അന്തർമുഖനായി. കാരണം ഈ മഹർഷി തൻ്റെ വീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കി, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി എൻ്റെ ആശ്രമം വഴിയെ യാത്ര ചെയ്യും എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. അപ്പൊ ഉടനെ തൻ്റെ ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, നമ്മുടെ ആശ്രമം ശിഷ്യഗണങ്ങളെല്ലാം വലിയ ഭാഗ്യം ചെയ്തവരാ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാൻ ഈ ആശ്രമ വഴിയെ സഞ്ചരിക്കും. ഞാൻ അത്രയും കാലം ഉണ്ടാകുമോ എന്നറിയില്ല. ചിലപ്പോൾ എൻ്റെ സമാധിയായിരിക്കും. പക്ഷെ എൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം എൻ്റെ സ്ഥാനത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രമൂർത്തി ഈ വഴിയെ യാത്ര ചെയ്യുമ്പോൾ സ്വീകരിച്ച് സൽക്കരിച്ച് സേവനങ്ങളൊക്കെ ചെയ്യണം. അത് കേട്ടപ്പോ ശിഷ്യഗണങ്ങളെല്ലാം ഭയങ്കര ഉത്സാഹചകിതരായി. ഓ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പദ്ധതികൾ ഒരുക്കി. കാലക്രമേണ ആ മഹർഷി സമാധിയായി. എനിക്ക് പെട്ടെന്ന് മഹർഷിയുടെ പേര് ഓർമ്മയിൽ വരുന്നില്ല. ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. അപ്പൊ മഹർഷി കാലക്രമേണ സമാധിയായി. മഹർഷി സമാധിയായപ്പോൾ ശിഷ്യഗണങ്ങളും ഓരോ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഗുരു തന്ന നിർദ്ദേശം ശിഷ്യഗണങ്ങളും മറന്നു. മാത്തംഗ ഋഷി തന്നെയാണ് അല്ലേ? ശരി, താങ്ക് യു. എനിക്ക് മറന്നുപോയോ എന്ന് സംശയം. മണ്ഡനം, അങ്ങനെ ഒരു ഋഷി ഇല്ലല്ലോ. മാത്തംഗ ഋഷി. അപ്പോ ഗുരുവിന്റെ നിർദ്ദേശം, അതായത് ഒരു ശിഷ്യന്റെ പുരോഗമനം എന്തിനെ അടിസ്ഥാനം ആക്കിയെന്ന് വെച്ചാല് ഗുരുവിന്റെ നിർദ്ദേശത്തിനെ എങ്ങനെ ഉൾഹൃദയത്തിൽ എടുത്തുകൊണ്ട് അതിനെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഈ സമുദ്രത്തില് ഇതുണ്ടാവും, ഷെല്ല്. കോഴിക്കോടില് മറ്റേ കക്ക എന്നൊക്കെ പറയുമല്ലോ, ഷെല്ല്. ഈ ചിപ്പി ഷെൽ. ഈ ഷെല്ലിന്റെ അകത്ത് ഒരു ചെറിയ ഈർപ്പം, വെള്ളത്തിന്റെ ഒരു അംശം അകത്ത് ചെന്ന് അത് സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ വർഷങ്ങൾ കിടക്കുമ്പോൾ ആ ഒരു നനവ്, ഈർപ്പം, മോയ്സ്ചർ പിന്നീട് പേൾ, മുത്തായി മാറും. അതുപോലെ ഗുരു നമുക്ക് നിർദ്ദേശം തരുമ്പോൾ ആ നിർദ്ദേശത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കാത്തു സൂക്ഷിച്ച്
വീണ്ടും 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 അതിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ നിർദ്ദേശം ഫലപ്രദമാകും. നമുക്ക് ഗുരു തന്നിരിക്കുന്ന നിർദ്ദേശം 4 യമനിയമങ്ങൾ പാലിക്കുക, 16 മാല മുടങ്ങാതെ നാമജപം ചെയ്യുക. ഏതെല്ലാം ഭക്തർ ഈ 2 നിർദ്ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അവര് ഭക്തിയിൽ ഉയരും. ചിലപ്പം ചില ഭക്തന്മാർ ഈ നിർദ്ദേശം പാലിക്കാറില്ല, പാലിക്കുന്ന പോലെ അഭിനയിക്കുമായിരിക്കും. പക്ഷെ അവർക്ക് ശരിക്കും ആധ്യാത്മിക പുരോഗമനം ഉണ്ടാവുകയില്ല. അപ്പൊ ഗുരുവിന്റെ മാതംഗ മഹർഷിയുടെ നിർദ്ദേശം ശിഷ്യന്മാരെല്ലാം കാലക്രമേണ അങ്ങോട്ട് മറന്നു. ഓരോരുത്തരും ഓരോ ദിശയിൽ പോയി. പക്ഷേ ആ ആശ്രമത്തിൽ ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരുന്ന ശബരി ഈ നിർദ്ദേശത്തിനെ ഓർത്തു. പക്ഷെ ഇപ്പോൾ വിജനമായ ഒരു ആശ്രമമാണ് അത്, ശിഷ്യന്മാരെല്ലാം പോയി. അപ്പൊ ശബരി ഓർക്കുക, മാതംഗ ഋഷി പറഞ്ഞതാണല്ലോ ഈ വഴിയിൽ കൂടെ രാമചന്ദ്ര ഭഗവാൻ വരും എന്ന്. അപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ സ്വീകരിക്കാൻ. പക്ഷെ എപ്പ വരും, എന്ന് വരും, യാതൊരു വിവരവുമില്ല. അപ്പൊ ശബരി എന്ത് ചെയ്യും? ദിവസവും ആശ്രമത്തിനെ പൂക്കൾ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും ദിവസവും അലങ്കരിക്കും. ശബരിക്ക് ഒരു അറിവുമില്ല എന്നാ ഭഗവാൻ വരുന്നേന്നറിയില്ല. ഇപ്പത്തെ ദിവസവും വിചാരിക്കും ഇന്നായിരിക്കും ഭഗവാൻ വരുന്നത് എന്ന് പറഞ്ഞ് ആശ്രമത്തിനെ ഉത്സാഹത്തോട് ആനന്ദത്തോട് അലങ്കരിക്കും. ഭഗവാന് വേണ്ടി നാമവും ജപിച്ച് ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ഭഗവാൻ വരത്തില്ല. വീണ്ടും അടുത്ത ദിവസം അതേ ഉത്സാഹത്തോട് ആശ്രമം അലങ്കരിച്ച് കാത്തിരിക്കും. ഭഗവാൻ വരത്തില്ല. ഇങ്ങനെ 1ഉം 2ഉം ദിവസമല്ല, വർഷങ്ങൾ കാത്തിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം ഒരു കാര്യം ഭയങ്കര ഉത്സാഹം, നല്ല ഉത്സാഹത്തോടെ ചെയ്യും. 2 ദിവസമായി 3 ദിവസമായിപ്പോ നമ്മുടെ ഉത്സാഹമൊക്കെ കുറയും. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ആദ്യത്തെ ദിവസം ഓടി ഓടി എല്ലാം ചെയ്യും. 3 ദിവസം കഴിഞ്ഞാൽ ആ ദോശമാവ് ഫ്രിഡ്ജിലുണ്ട്, വേണമെങ്കിൽ 2 ദോശ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ വർഷങ്ങളായിട്ടും ഗുരുവിന്റെ വാക്കിൽ വിശ്വാസമുണ്ടായിരുന്നു ശബരിക്ക്. എന്തായാലും ശ്രീരാമചന്ദ്രമൂർത്തി വരും എന്ന് പറഞ്ഞ് ദിവസവും അലങ്കരിക്കാൻ തുടങ്ങി. വർഷങ്ങൾ. ആലോചിച്ചു നോക്കൂ, എന്നും നിരാശയാണ്. നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോ ഒരു ചെറിയ നിരാശ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പോയി, സേവനം ചെയ്യാനുള്ള ഉത്സാഹം പോയി, പിന്നെ മാറി നിൽക്കും. നമുക്ക് വേണ്ടവണ്ണമുള്ള പ്രതികരണം കിട്ടിയില്ല, നമ്മളെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല, നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നില്ല, നമ്മളെ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല. വർഷങ്ങളായിട്ട് നിരാശ മാത്രമായിരുന്നു ശബരിക്ക്. ഭഗവാൻ വന്നിട്ടേയില്ല. പക്ഷെ ഉത്സാഹം വരും 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 വരും, ഇന്ന് വരും ഇന്ന് വരും. ആ ഉത്സാഹത്തിൽ ഒരു കുറവുമില്ല. കാരണം മാതംഗ ഋഷിയുടെ വാക്കിൽ ഉണ്ടായ വിശ്വാസം. എന്റെ ഗുരുവിന്റെ വാക്ക് ഒരിക്കലും തെറ്റാകില്ല എന്നുള്ള വിശ്വാസം. വർഷങ്ങളോളം ആശ്രമത്തിനെ അലങ്കരിച്ച് ശബരി കാത്തിരുന്നു. അങ്ങനെ ഉള്ളപ്പോ ഒരു സുപ്രഭാതത്തിൽ രാമലക്ഷ്മണന്മാർ ആ വഴിയെ വന്നു. ആലോചിച്ചു നോക്കൂ, ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണുമ്പോൾ ആ ശബരിക്ക് ഉണ്ടായ ഒരു ആനന്ദം 1ഉം 2ഉം ദിവസമല്ല, വർഷങ്ങളുടെ കാത്തിരിപ്പ. ഹൃദയം തുള്ളി, ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിനെ പോലെ തുള്ളിച്ചാടി ആനന്ദിക്കാൻ തുടങ്ങി. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി രാമചന്ദ്രമൂർത്തിയെ വിളിച്ചുകൊണ്ടുവന്നു, ലക്ഷ്മണനെ വിളിച്ചുകൊണ്ടുവന്നു, സ്വീകരിച്ചു, സൽക്കരിച്ചു, മധുര വാക്കുകൾ കൊണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് എല്ലാ രീതിയിലും ചെയ്തു.
ലക്ഷ്മണൻ അത്ഭുതചകിതനായി. ആരാ ഈ അമ്മ? നമ്മൾ ഇതിനു മുമ്പേ കേട്ടിട്ടില്ലല്ലോ ഈ വയസ്സായ അമ്മയെക്കുറിച്ച്. കാരണം കാത്തിരുന്ന് ശബരിക്ക് അങ്ങോട്ട് വയസ്സായി. ഈ വയസ്സായ അമ്മയെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ആരാ ഇത്? എന്റെ സഹോദരൻ പ്രഭുവിന്റെ അടുത്ത് ഇത്രമാത്രം ഭക്തി വച്ചിരിക്കുന്നത്. ദിനം പ്രതി ശബരിയുടെ നാമജപവും കാത്തിരിപ്പും ശബരിയുടെ ഭക്തിയെ വളർത്തി. ഈ ഭക്തിയും ആനന്ദവും കാരണം കണ്ണീര് വരികയും രോമാഞ്ചം ഉണ്ടാവുകയും ചില നേരത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തെറ്റാൻ തുടങ്ങി. എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് അവസാനം, അവസാനം ചെയ്യേണ്ടത് ആദ്യം. ശ്രീരാമചന്ദ്രമൂർത്തി ശബരിയുടെ ഭക്തിയെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാ ശബരി ഓടിച്ചെന്ന് ഞാവൽപ്പഴം കൊണ്ടുവരുന്നത് പ്രഭുവിന് വേണ്ടി എല്ലാം. കാരണം ഈ പഴത്തിന്റെ ഒരു പ്രത്യേകത, ഇത് പഴുത്ത് താഴെ വീഴുമ്പോൾ തന്നെ അതങ്ങ് പൊട്ടിപ്പോകും. ചില പഴങ്ങളൊക്കെ അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് ശബരി എന്നും ഇത് നിലത്ത് വീഴുന്ന മുമ്പേ പറിക്കുമായിരുന്നു. പക്ഷെ പറിച്ചാൽ ചിലത് പഴുത്തോ പഴുത്തില്ലെന്നൊന്നും അറിയില്ല. അപ്പൊ ശബരി എന്ത് ചെയ്തു? ഓരോന്നും തൻ്റെ വായിൽ വെച്ച് കടിച്ച് നല്ലതാണോ എന്ന് നോക്കി നോക്കി പ്രഭുവിന് കൊടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ലക്ഷ്മണൻ സ്തംഭിച്ചു നിന്നു. എന്തൊരു മഹാപാപമാ ചെയ്യുന്നത്! നമ്മൾ കഴിച്ചിട്ട് ആ ഉച്ഛിഷ്ടമാണോ മഹാപ്രഭുവിന് തരുന്നത്, ശ്രീരാമചന്ദ്രമൂർത്തിക്ക് തരുന്നത്? ഉടനെ തടയാനായിട്ട് ഈ അമ്മ എന്ത് പാപമാ ചെയ്യുന്നത് എന്ന് പിടിച്ച് തടയാൻ ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞു, ഒന്നും തടയല്ലേ, ഈ അമ്മ എനിക്ക് അവളുടെ ഹൃദയത്തിലുള്ള പ്രേമമാണ് തരുന്നത്, സ്നേഹമാണ് തരുന്നത് എന്ന് പറഞ്ഞു സന്തോഷത്തോട് യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ലാതെ ആ ശബരിയുടെ ഉച്ഛിഷ്ടം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ 99% ആൾക്കാരും കുടുംബത്തോട് കഴിയുന്നവരാ. അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങള്. ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് ബാക്കി തരും, അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങൾ ബാക്കി. നമുക്ക് തന്നെ അയ്യോ ഇതെന്താ ഇത് എന്നൊക്കെ ചിലപ്പോ തോന്നും. പക്ഷെ ഭഗവാൻ ശബരിയുടെ ബാക്കി മുഖം ചുളിക്കാതെ സന്തോഷത്തോട് സ്വീകരിച്ചു. എന്നാൽ ഇത് നമുക്ക് ആചരിക്കാൻ പറ്റില്ല. ശബരിയുടെ കഥയും പറഞ്ഞിട്ട് നമുക്കെടുത്ത് കഴിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാൻ പറ്റില്ല, അത് മഹാപാപം. പക്ഷെ ശബരിയുടെ ഭക്തി നിയമങ്ങളുടെ അപ്പുറമായിരുന്നു. അപ്പൊ ഒരു കാട്ടാള വർഗത്തിൽപ്പെട്ട സ്ത്രീ, ഗുരുവിലിരുന്ന് ശരിക്കും ദീക്ഷ പോലും കിട്ടിയില്ല, മാത്തംഗ മഹർഷിയുടെ ആശ്രമത്തിൽ വെറും സേവനത്തിനായി ഒതുങ്ങിക്കൂടിയ സ്ത്രീ, പരഗതിയില്ലാതെ, അവർക്ക് ഇത്രയും വലിയ യോഗ്യത എങ്ങനെയാ ലഭിച്ചത്? മാത്തംഗ മഹർഷിയുടെ നിർദ്ദേശം ശരിക്കും പാലിച്ചത് കൊണ്ട്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയെ അടുത്ത് പിടിച്ചിരുത്തി പഴങ്ങൾ കൊടുക്കാനും ഒക്കെ ഒരു സാധിച്ചു. ഇപ്പൊ നമുക്ക് ലഭിച്ചതും വളരെ ലളിതമായ ഒരു നിർദ്ദേശമാണ്. നാമജപം ദിവസവും ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക. ഇതിനെ എത്രമാത്രം നമ്മൾ ശ്രദ്ധയോട് ചെയ്യുന്നുവോ അത്രയ്ക്കും ഭക്തിയിൽ ഉയരാൻ സാധിക്കും. ഹരേ കൃഷ്ണ.